അതെ, ഇതുവരെ തിരിച്ചു കിട്ടിയില്ല. എന്താണെന്ന് മറന്നുപോയാ? അന്ന് അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോ 5000 രൂപ ഞാൻ സംഘടിപ്പിച്ചു തന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഭഗവാന് മാത്രം അറിയാം. എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ അവന് ഒട്ടുമില്ല. അതെന്താണെന്ന് കൂടി അറിയില്ല. അന്ന് കാശ് അന്വേഷിച്ച് നടന്ന അവസാനം കിട്ടാതെ വന്നപ്പോ ആരോടാണെന്നോ വാങ്ങിച്ചു തന്നത്? കാലനോട്. അല്ല, അളിയൻ പിള്ളേച്ചന്റെ കിട്ടാക്കടപ്പിരിക്കാൻ നിൽക്കുന്ന ബ്രൂസിലി പീറ്ററിനോടാണ് 5000 രൂപ വാങ്ങിച്ചു തന്നത്. തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ അവധിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് ടാറിട്ട റോട്ടിലൂടെ നടക്കാൻ മേലാതായി. കാലുമഴല്ല, ഞാൻ ഒന്നും പറയുന്നില്ല. മര്യാദക്കുള്ള റോട്ടിൽ കൂടെ നടന്ന അവന്റെ മുന്നിൽ കഴിഞ്ഞത് ചാടിയാലോ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എങ്ങാനൊന്നും മയങ്ങിപ്പോയാ ബ്രൂസിലി പീറ്ററിന്റെ നെഞ്ചത്ത് കിടന്ന് കളിക്കുകയാണ്. കുട്ടിക്കറിയോ, ഒരാഴ്ച കൊണ്ട് 9 കിലോ കുറഞ്ഞു പോയി. ഈ കണക്കിന് പോയാ മാസമൊന്നും വേണ്ട, ഞാൻ ഉണങ്ങി പുകല പോലെ ആയി പോകാൻ. അതെ, ഇവളെന്റെ പോകാനുള്ള വഴിയാണല്ലോ പറഞ്ഞു തരണേ. അവൻ ഒറ്റ ഇടി ഇടിച്ചാ മതി, ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച പോലെ ആയി പോകും. അവനൊക്കെ മഹാ കച്ചറയല്ലേ, നമ്മൾ മാന്യന്മാർക്ക് ഇടപെടാൻ പറ്റുമോ? അയ്യേ, മഹാമോശം. അപ്പോ അതിങ്ങ് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. പിന്നെ എപ്പ കിട്ടും? ഇങ്ങനൊക്കെ പ്രശ്നമാണോ? രാത്രിയോ? രാജപ്പച്ചേട്ടാ, ജമു, എനിക്കൊരു 5000 രൂപ തരുമോ? ദൈവമേ, ഇവൾ 5000 കൊണ്ടുണ്ടാക്കിയതോ? ഈ പർദ്ദയക്ഷി എന്റെ കൊലക്ക് കൊടുത്തേ അടക്കും. എന്താടാ മതിലിന്റെ മോളെ ഇടപാട്? ഒന്നുമില്ല, ഞാനേ നമ്മുടെ സുലൈമാനിക്ക അവിടെ ഉണ്ടോ നോക്കിയതാ. ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടല്ലേ. വേര് ചേച്ചി, ആശാനെന്തേ? ഇവിടെ ഇല്ല. എന്താ? ഒന്നുമില്ല, ഒരു ഭംഗി വാക്കിന് പറ്റുന്നല്ലോ. അല്ല, ആശാന്റെ പെങ്ങള് മരിച്ചപ്പോ മേരി ചേച്ചി എന്താ വരാഞ്ഞ്? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. എന്താ? നന്നായി. മരിച്ച ആളെ ഒരു നോക്ക് കാണാൻ പോലും അവർ സമ്മതിച്ചില്ല. ആര്? അവരുടെ ഭർത്താവിന്റെ ആൾക്കാര്. ഇത്രയും നാളെ തിരിഞ്ഞു നോക്കാത്തവൻ മരിച്ചപ്പോ വന്നത് എന്തിനാണെന്ന് ചോദിച്ചു. ആ പടി കടത്തിയില്ല. ഓ, ആശാന് ഭയങ്കര വിഷമായി പോയി. ആശാൻ കരയണത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കും വല്ല സങ്കടമായിപ്പോയി. ആവശ്യമില്ലാത്തടത്ത് വലിഞ്ഞു കയറി ചെന്നിട്ടല്ലേ കണക്കായിപ്പോയി. ഓ, ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലേ. അല്ല ചേച്ചി, ആശാൻ വരപ്പോ ഇതങ്ങ് കൊടുത്തേക്ക്. കുരുത്തങ്കട്ടവനെ, നിന്റെ കാല് ഞാൻ തന്നെ ഒടിക്കും. ഒരാളെ നന്നാകാനും സമ്മതിക്കത്തില്ലേ? അയ്യോ, നന്നാകാനാ ഒന്ന് വെളുക്കാനാ. ഇപ്പൊ ഞാനും ആശാൻ റോട്ടിലൂടെ നടക്കുമ്പോ ഏതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയാ. അതൊന്ന് മാറിക്കിട്ടാൻ. ഓ, പാലാണല്ലേ? അല്ല, മിൽക്കാണ്. എന്റെ ചേച്ചി, ആശാനെ ഞാൻ ദ്രോഹിക്കുന്നു ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അത് പിന്നെ ചേച്ചിക്കറിയോ, കുടി നിർത്താൻ ആശാൻ ഒരു പ്രത്യേക ഒറ്റമൂലിയെ കൊടുത്തിരിക്കണേ. ഇനി ഒരു തുള്ളി മദ്യ ആശാന്റെ ഉള്ളിൽ ചെന്നാ ഒന്നുകിൽ ഭ്രാന്ത് പിടിക്കും, അല്ലെങ്കിൽ മരിച്ചു പോകും. രാജപ്പ, നിന്നെ എവിടെ നിറങ്ങി? കുറച്ച് ദിവസം കാണാനില്ലല്ലോ. ഞാനുള്ള സ്ഥലത്ത് വന്ന് നോക്കണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. നിന്റെ വീട്ടിൽ പോയി ചന്തം മുഴുവൻ അരിച്ചു പറക്കി. കള്ളു ഷാപ്പിനടുത്തുള്ള കലിങ്കിലടി നോക്കിയോ? ഇല്ല. വില്ലേജ് ഓഫീസിന്റെ പുറകിലെ കാട്ടിൽ നോക്കിയോ? ഈ കാട്ടിലും കലിങ്കിന്റെ അടിയിലൊക്കെ നിന്റെ തൊരപ്പനം മറ്റാണോ? തൊരപ്പനൊക്കെ എത്ര ഭാഗ്യവാ. അതുകൾക്ക് ബ്രൂസിലി പീറ്ററിനെ പേടിക്കണ്ടല്ലോ. ബ്രൂസില് ഒന്നുമില്ല. ഞാൻ വന്ന് ആശാൻ എന്നാണ് പൊള്ളാറ്റി പോണത്. മാസം 1 കടപൂട്ടിയിട്ടിട്ട് 10 വേറെ സ്ഥലം നോക്കി തുടങ്ങി. പോയിക്കോട്ടടാ, എവിടുന്നേലും വായിച്ചോട്ടെ. വർക്കിങ്ങിനെ ഇറച്ചി പണി ചെയ്യണില്ല. പിന്നെ പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? കട കൂട്ടിട്ട് മാസം ഒന്നായുള്ളൂ, കട കൊണ്ട് പുറത്തിറക്കാൻ പറ്റാണ്ടായി. വേറെ എന്തെങ്കിലും പണി നോക്കാം. എന്തായാലും എന്ത് ജോലിയായാലും നീ എന്റെ ഒപ്പം ഉണ്ടാവും. എന്താ പോരെ? ബ്രൂസിലി അനുവദിച്ച. ബ്രൂസിലി എന്നാ പിന്നെ ഞാൻ പോട്ടെ, പിന്നെ എപ്പോഴെങ്കിലും കാണാം. പിന്നെ എന്നെ എങ്ങനെ കാണണമെന്ന് തോന്നിയാൽ കള്ള് ഷാപ്പിനടുത്തുള്ള കലിങ്കിലടി വന്നാൽ മതി. ഉച്ചവരെ ഞാൻ അവിടെ കാണും.
ഉച്ചയ്ക്ക് ശേഷം വില്ലേജ് ഓഫീസിന്റെ പുറകിലെ കാട്ടിൽ. അപ്പൊ ഓക്കെ ചേച്ചി, പാല്. 5000ന്റെ സന്തതി എന്റെ മുന്നിൽ നീയില്ല. കണ്ണടച്ചാൽ അവനാണ് ബ്രൂസിലി. എവളെന്ത് പറ്റി? വട്ടളകിന്നാ തോന്നുന്നു. അല്ല, നിങ്ങളെന്നെ ഇറച്ചിപ്പണിക്ക് പോകുന്നതെന്ന് പറഞ്ഞ സത്യമാണോ? സത്യവാ, ഉറച്ച തീരുമാനമാ. എനിക്കും എന്റെ കുടുംബത്തിനും ജീവിക്കാൻ വേണ്ടി ഞാൻ ഇനി ഒരിക്കലും ഒരു മൃഗത്തെയും കൊള്ളില്ല. ആ തൊഴിൽ ചെയ്ത് കിട്ടുന്ന കാശിന് നമുക്ക് വേണ്ട. പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? മദ്യം പകർന്നൊന്നും ശക്തിയില്ല വർക്ക് ഇത്രയും നാളും മൃഗങ്ങളെ കൊന്നള്ളിരുന്നത്. ഇനിയും കശാപ്പ് കൊത്തി കയ്യിലെടുത്ത ഞാനും മുഴുക്കുടിയനായി പോകും. നമുക്കൊരു മോനുണ്ട്. ഇനി കുടുംബം അവൻ നോക്കണം. എനിക്ക് പ്രതീക്ഷയില്ല. മക്കളെ കരക്കെത്തിക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് ബോധം തെളിഞ്ഞ നേരം ഉണ്ടായിട്ടില്ല. അവന്റെ ഭാവി തകർത്ത നിങ്ങളാ. അവനെ ഒരു കുറ്റവാളിയാക്കുക നിങ്ങളാ. അവനിന് എന്ത് ചെയ്യണമെന്നാ? കള്ളു കൊടുത്തിട്ട് പുണ്യാളനായി വീട്ടിൽ കുത്തിയിരുന്നോ? കുറയ്ക്കാൻ പോലും അനുവാദമില്ലാത്തൊരു പട്ടിയെ പോലെ ആയി പോകും അല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല. പറയണ്ട, നിന്റെ മുഖത്ത് വായിച്ചെടുക്കാം. കൊള്ളാം, നീ പറഞ്ഞത് ശരിയാ. ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് നിങ്ങളോടൊക്കെ തെറ്റ് ചെയ്തവനാ ഞാൻ. കുടിച്ചു മയങ്ങി കിടക്കുമ്പോ ഈ വീട്ടിലുള്ളവരുടെ ജീവിതത്തിന്റെ ഇടപെടലിനെ കണ്ടില്ല. എല്ലാം ഞാൻ കൂട്ടിക്കെട്ടാം. ഒരു മദ്യപാൻ അനുകൂലമാക്കിയ വീട് ഒരറ്റം മുതൽ എനിക്ക് വൃത്തിയാക്കണം. ഇതൊരു കുടുംബമാക്കി തീർച്ചിട്ട് വർക്കിയുടെ ആത്മാവിനെ മരണത്തിന് പോലും വിട്ടുകൊടുക്കൂ. ഒന്ന് നിന്നേ. ഒരാളുടെ മടിശീലെന്ന് അയാളുടെ അനുവാദമില്ലാതെ കാശെടുക്കുന്നതിന് മലയാളത്തിൽ എന്താ പറയാ? അത് പിന്നെ മോഷണം. ചോദിക്കാൻ സ്വന്തം ഭർത്താവിന്റെ പോകെട്ടുന്നതായാലും കാശെടുക്കുന്നത് മോഷണം തന്നെയാ. ഇത്രയും നാളും അങ്ങോട്ട് കാശൊക്കെ എന്താ ചെയ്തേ? അത് പിന്നെ ഞാൻ പറഞ്ഞോളൂ. അല്ല, അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് എന്താ ചെയ്തേ? ജമീലയുടെ കൈ കൊടുത്തിട്ടുണ്ട്. ഓ, ബ്ലേഡ് ബിസിനസ് അല്ലേ? കുടുംബത്തിലെ പുരുഷന്മാർ അറിയാതെ പെണ്ണുങ്ങൾ നടത്തുന്ന ബിസിനസ്സുകൾ ഓരോ ദുരന്തങ്ങളാ ചെന്ന് വിടാറ്. പണം കൊടുത്ത് പണമുണ്ടാക്കുന്ന ആ പണി ഇനി നമുക്ക് വേണ്ട. എത്ര പെടുന്ന കാശ് വാങ്ങിച്ചോളണം. അതങ്ങനെ പെട്ടെന്ന് വാങ്ങാനൊന്നും പറ്റില്ല. അവൻ നെയ്യത്ത് വളർത്തിയ കാശാണോ? ആണോന്ന്? അല്ല, കുടിച്ച് വെളിവില്ലാതെ പീഡികത്തിലേക്ക് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അന്നെ മടുക്കുന്നത് 10 പൈസ പോയിട്ടില്ല. സ്വന്തം വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുമ്പോ ഭാര്യയും മക്കളും കൂടി കൊള്ളയടിക്കും അല്ലടി. ഇത് ഞാൻ അധ്വാനിച്ച കാശാണെങ്കിൽ ഞാൻ പറയുമ്പോഴേ വന്നിരിക്കണം. മനസ്സിലായോടി? ചാച്ചാ. ഓ, മനസ്സിലായോ? ഇവളെന്റെ ക്ലാരപ്പണിന്റെ മോള്. ചാച്ചനെ കാണാൻ എല്ലാവരും കൂടി ഒരു ദിവസം വരണമെന്ന് വെറുതെ മോഹം പറയുമായിരുന്നു അമ്മ. നടക്കില്ലെന്നറിയാമെങ്കിലും ആ ദിവസം സ്വപ്നം കണ്ട് കാത്തിരുന്നു. അവസാനം വന്നപ്പോ ഞാൻ തനിച്ചായിപ്പോയി. പെണ്ണായി ജനിച്ചത് കൊണ്ടാ എനിക്ക് എന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടത്. മരിക്കാൻ തീരുമാനിച്ചപ്പോ ഒരു തുള്ളി വിഷം. എന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ ചാച്ചലിന്റെ അമ്മയോട് പൊറുക്കണം. ഇത് പറയാനാ വന്നത്. ഇനി ഞാൻ പൊയ്ക്കോട്ടെ. എന്നെ പോലെയുള്ള അനാഥർക്ക് ഉള്ള ഓർഫനേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. എന്നെ അവിടെയാ. ഇല്ല, എന്റെ കുഞ്ഞ് എങ്ങോട്ട് പോണില്ല. നീ അനാഥയല്ല. നിനക്ക് ചാച്ചനുണ്ട്, ആണ്ടിയുണ്ട്, ബാബുവേട്ടൻ, ചെറുളി ചേച്ചി, എല്ലാവരും ഉണ്ട്. ഇന്ന് മുതൽ നിന്നെയും കൂടി വിടാ. നേരെ കൃഷ്ണമുളത്തേക്കൊണ്ട് പോച്ചല്ലേ? വേണ്ട, അകത്തേക്ക് സ്വീകരിച്ചാനേക്കും വരട്ടെ. ബാബു, നീ കുടിച്ചുണ്ടോ? കുടിച്ച് വെളിവില്ലാതെ വീട്ടിൽ കയറി വിടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? കുടിച്ചു വെളിവില്ലാതെ പാട്ടും പാടി ഒരാൾ കയറി വന്നിരുന്ന വീടാത്. അന്നൊന്നും ഞങ്ങൾ ആരും എതിരും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ഒച്ച വയ്ക്കരുത്. ഇവളെ ഈ വീട്ടിലേക്ക് വിളിച്ചു തരുന്നത് എന്തുദ്ദേശത്തിലാ? പട്ടിണിയും കഷ്ടപ്പാടുമായിട്ടാ കുടുംബം കഴിയുന്നത്. എന്റെ പക്കം കൊണ്ട് തന്നത് കൊണ്ടാ ഇവിടെയുള്ളവർ
ഇവളെന്റെ ക്ലാരപ്പെണ്ണിന്റെ മോള്. നമ്മളല്ലാതെ വേറെ ആരുമില്ല. നേരെ നമ്മുടെ സ്വന്തം മോളെ പോലെ നോക്കണം. ബാബുമോനെ, ഇവിടെ നിനക്ക് പെങ്ങളെ പോലെയാണ്. ഇവിടെ സംരക്ഷിക്കാൻ നിന്നെയും കൂടി കടമയാ. ഇല്ല, ഇവളെ ഈ നിമിഷം ഇവിടെ ഇറക്കി വിടണം. ഇറങ്ങിപ്പോയി, ഇറങ്ങിപ്പോകാൻ. നിക്ക്, ഇതെന്റെ വീട്. ഇവിടെ ആര് താമസിക്കണം, ആര് ഇറങ്ങി പോണെന്ന് ഞാൻ തീരുമാനിക്കും. ഇവിടെ കൂടെ ഈ വീട്ടിൽ താമസിക്കും. ബുദ്ധിമുട്ടുള്ളവർക്ക് ഇറങ്ങി പോകാം. ഈ കിടപ്പാടം വിറ്റിട്ടാണേലും ഇവിടെ കല്യാണം നടത്തും ഞാൻ. ഇത് വർക്കേത്തുണ്ടാക്കിയ വീട്. അതിന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. ഒരുത്തനും എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. ഞങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിട്ട് നിങ്ങൾ അവിടെ സുഖമായി താമസിക്കും. ആകെയുള്ള കിടപ്പാടം വിറ്റ് എങ്ങാണ്ടൊന്നും വലിഞ്ഞു കയറി വന്നു ഈ ശപിക്കപ്പെട്ടവിടെ കല്യാണം നടത്തും. എങ്കിലും അന്ന് കാണണമല്ലോ. ആയ കാലത്ത് ഒരുപാട് തല്ലി ഞാൻ കൊണ്ടിട്ടുണ്ട്. ഇനിയും എന്റെ നേരെ കൈ വാങ്ങിയ ഒന്ന് എന്താ എന്താ ഇത്? ആശാനെ, എടാ നീ എന്താ ചെയ്തേ? സ്വന്തം അപ്പനെ. ആശാനെ, ബാബു, ആശാനെ. സാറില്ല രാജപ്പ, ഇത്രയും നാൾ കുടുംബത്തിന് വേണ്ടി പാടുപെട്ടുന്നുള്ള കൂലിയാ. ഇതെനിക്ക് അർഹതപ്പെട്ടതാ. വില്യംസേ, എന്റെ മോൻ ചെറിയോട് തമാശ കാണിച്ചു. വീണ് പോയിടോ. വാ ഇരിക്കെ, എവിടെ ഒന്നും ഇരിക്കുക. നേരെ ഒരു കസേര ഉണ്ടോന്നേ. കൃഷ്ണമോളെ, ആണിട്ട് കൊടുത്തില്ലേ? ചെല്ലേ. വർക്കി, ഞാനൊരു കാര്യം ചോദിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. വന്ന സമയം ശരിയായോ എന്നൊരു സംശയം. ഏയ്, ഒരു പ്രശ്നമില്ല. എന്താ കാര്യം? ബൈപ്പാസിൽ സിറ്റി ഹോസ്പിറ്റൽ നടത്തുന്നത് അമേരിക്കയിലുള്ള എൻ്റെ ഒരു ബന്ധുവാണ്. ആശുപത്രി വികസിപ്പിക്കണമെന്ന് തോന്നിയപ്പോൾ അവർക്ക് കുറച്ചുകൂടി ലാൻഡ് വേണം. ആശുപത്രിയോട് ചേർന്ന് കിടക്കുന്ന 20 സെന്റ് സ്ഥലം അവർക്ക് വേണം. പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് ആർക്കും അറിയില്ല. വില്ലേജ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ വണ്ടറടിച്ചു പോയി. ആ പ്ലോട്ട് വർക്കിയുടെ പേരിലാണ്. എന്റെ പേര് ഭൂമിയോ? മൂക്കറ്റ് കടമായി നടക്കുന്ന എനിക്ക് സ്ഥലം മാക്കാൻ എവിടുന്ന കാശ്? ആശാനെ, ഇത് ആശാൻ വാങ്ങിച്ചു പോയതാണ്. അവിടെ പണ്ട് താമസിച്ചിരുന്ന കൈപ്പൾ മാഷ് കുട്ടിക്ക് സുഖമില്ലാതെ പറഞ്ഞ് കരഞ്ഞുവെന്ന് പറഞ്ഞപ്പോ ആശാൻ ആരാട്ടിനോടും 20,000 രൂപ വെച്ചു കൊടുത്തില്ലേ? കൊടുത്തു. പകരം അന്ന് ആർക്കും വേണ്ടാതെ കിടന്ന ആ ഭൂമിയുടെ തീരാധാര അയാൾ ആശാന് തന്നത്. എന്നിട്ട് ആ കടം വീട്ടാൻ നമ്മൾ ആ ആധാരം ബാങ്കിൽ പണയം വെച്ച് ലോൺ എടുത്തു. ഓർക്കല്ലേ? ശരിയാ, ഓർക്കുന്നു. അല്ല, അതിപ്പോ ആ സ്ഥലം താൻ കൊടുക്കുന്നു. ന്യായമായ വില ഞാൻ വാങ്ങിച്ചുതരാം. ആശുപത്രിക്ക് വിടല്ലേ? കൊടുക്കാം, കൊടുത്തേക്കാം. ആശാന്റെ ആണെന്ന് ഓർത്ത് ചുളിവില് തട്ടിയെടുക്കാനാ പരിപാടി. നോ, ഒരിക്കലുമല്ല. ഇയാളത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർ അതിന് പറയുന്ന വില തരും. അല്ല, അത് എന്ത് തരും? ഇപ്പൊ ഒരു കേട്ടിട്ടുണ്ട്, രണ്ടും കേട്ടിട്ടുണ്ട്. 2 കോടി രൂപ. ആശാൻ കോടിമതിയാ.